നമസ്കാരം. ന്യൂസ് 7ലേക്ക് സ്വാഗതം. സിൽവർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പുതിയ ബിൽഡിംഗ് 2024 ജൂലൈ 7 വൈകിട്ട് 3 മണിക്ക് കേരള പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്വാഗതത്തിൽ സൂചിപ്പിച്ച പോലെ ഈ പ്രദേശത്തുള്ള വിദ്യാർത്ഥികൾക്ക് യഥാർത്ഥത്തിൽ ഒരു ഉപരിപഠനത്തിന് പ്രത്യേക സൗകര്യങ്ങളില്ലാത്ത എന്ന് തന്നെ പറയാവുന്ന സാഹചര്യത്തിലാണ് നമ്മൾ സിൽവർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് തുടങ്ങുന്നത്. CKG കോളേജിലെ വളരെ പരിമിതമായ കോഴ്സുകൾ ഒഴിച്ചാൽ ഒരു ഉപരിപഠനത്തിന് നമ്മുടെ പ്രദേശത്ത് സൗകര്യം ഉണ്ടായിരുന്നില്ല. നേരത്തെ ഉണ്ടായിരുന്ന ദേവരി കോളേജ്, ഗുരുവായൂരപ്പൻ കോളേജ്, ക്രിസ്ത്യൻ കോളേജ്, ഫറൂഖ് കോളേജ് തുടങ്ങിയ ദൂരദിക്കുകളിലുള്ള കോളേജുകളിൽ പോയിട്ടായിരുന്നു നമ്മുടെ വിദ്യാർത്ഥികൾ ഉപരിപഠനം നടത്തിയിരുന്നത്. ആ സാഹചര്യത്തിലാണ് നമ്മൾ അന്നത്തെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഒരു സജീവമായ ഇടപെടൽ കൂടി വെച്ചുകൊണ്ടാണ് സിൽവർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് 2009 അംഗീകാരം വാങ്ങി 2010 ക്ലാസ് ആരംഭിക്കുന്നത്. വളരെ നൂതനമായ തൊഴിലധിഷ്ഠിതമായ കോഴ്സുകൾ മാത്രം വെച്ചുകൊണ്ടാണ് നമ്മൾ കോളേജ് തുടങ്ങുന്നത്. അതായത് ഈ പ്രദേശത്തൊന്നും ഇല്ലാത്ത കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ രണ്ടാമത്തെ കോഴ്സാണ് നമ്മൾ ആരംഭിച്ചത്. ഫുഡ് ടെക്നോളജി, അതുപോലെ തന്നെ BSc സൈക്കോളജി. ഈ കോഴ്സുകളൊന്നും വേറെ ഒരു കോളേജിലും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ സമീപകാലത്ത് പരിസരങ്ങളിലുള്ള കോളേജുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ 15 വർഷം മുമ്പ് ഈ ഒറ്റ കോളേജിലത്തെ ഒരു കോളേജിൽ മാത്രമല്ല, പ്രചോദി എന്ന് പറഞ്ഞ കോളേജിൽ സൈക്കോളജി ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ മമ്പാട് കോളേജിൽ മാത്രമേ ഫുഡ് ടെക്നോളജി ഉണ്ടായിരുന്നുള്ളൂ. BSc IT അതുപോലെ തന്നെ അപൂർവം കോളേജുകളെ ഉണ്ടായിരുന്നുള്ളൂ. BCA ബാംഗ്ലൂരൊക്കെ പോയിട്ടായിരുന്നു കുട്ടികൾ അന്ന് പഠിച്ചിരുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് വെറും ടെക്നിക്കലായിട്ടും തൊഴിൽപരമായിട്ടും സാധ്യതയുള്ള കോഴ്സുകൾ വെച്ച് നമ്മൾ കോളേജ് ആരംഭിക്കുന്നത്. പിന്നീട് നമ്മൾ BCom ആരംഭിച്ചു. പിന്നീട് BA ഇംഗ്ലീഷ് വന്നു. ഇപ്പോൾ പുതുതായിട്ട് BBA വന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ വർഷം BA സോഷ്യോളജി, പിന്നെ പൊളിറ്റിക്കൽ സയൻസ് എന്നീ കോഴ്സുകൾ പുതിയ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി നേരത്തെ ഉള്ളതിലും കുറച്ചും കൂടി ബെറ്റപ്പെട്ട സൗകര്യങ്ങൾ ഉണ്ടാക്കുകയാണ്. കുട്ടികൾക്കും കിട്ടണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്കറിയാവുന്ന പോലെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ മാറ്റം വന്നു. UGCയിൽ ഒരുപാട് പുരോഗതികളുണ്ടായി. യൂണിവേഴ്സിറ്റി തന്നെ വിദേശ യൂണിവേഴ്സിറ്റിയോട് താരതമ്യം ചെയ്തുകൊണ്ട് ഇവിടെയും 4 ഇയർ കോഴ്സ് ഓണേഴ്സ് ബിരുദമാക്കി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും അംഗീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 4 വർഷമാണ് യഥാർത്ഥത്തിൽ ഡിഗ്രി എന്ന് പറയുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ഡിഗ്രി 3 വർഷം കൊണ്ട് തന്നെ കിട്ടും. 1 വർഷം കൊണ്ട് സർട്ടിഫിക്കറ്റ് കോഴ്സും 2 വർഷം കൊണ്ട് ഡിപ്ലോമ കോഴ്സും 3 വർഷം കൊണ്ട് പതിവ് പോലെ ഡിഗ്രിയും കൊടുക്കുന്ന സംവിധാനമാണ് ഉള്ളത്. അതോടൊപ്പം 4ാമത്തെ കൊല്ലം ഓണേഴ്സ് ഡിഗ്രി ആയിക്കൊണ്ട് കിട്ടും. അങ്ങനെ 4 കൊല്ലം പഠിക്കുന്ന കുട്ടികൾക്ക് PGക്ക് പിന്നെ 1 കൊല്ലം പോയാൽ മതി. അവർക്ക് നെറ്റ് എഴുതണമെങ്കിൽ ഡയറക്റ്റായിട്ട് നെറ്റ് എഴുതാം. അതുപോലെ തന്നെ നല്ല മാർക്കുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് PhDക്കും ഡയറക്റ്റായിട്ട് പോകാം. അങ്ങനെ ഒരുപാട് പുതിയ സൗകര്യങ്ങളുണ്ട്. അതോടൊപ്പം തൊഴിലധിഷ്ഠിതമായ സൗകര്യങ്ങൾക്ക് വേണ്ടി ആഡ് ഓൺ കോഴ്സുകളും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒന്നുമില്ലാത്ത, അതായത് വെറും ഒരു ബിരുദം നേടുന്നതോട് കൂട്ടിയിട്ട് ഒരിക്കലും ജോലി ചെയ്യാൻ പറ്റില്ല. അവർക്ക് സ്കിൽ ഉണ്ടാവില്ല. ആ തിയറിയും പഠിക്കും, കുറച്ച് പ്രാക്ടിക്കലൊക്കെ എടുക്കുന്നല്ലാതെ പഠിക്കുന്ന കാലത്ത് അതിനോട് അത്രമാത്രം ഒരു അട്രാക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ തൊഴിൽ ചെയ്യണമെങ്കിൽ ആ സ്കില്ലിൽ നമുക്ക് വളർച്ച വേണം. അങ്ങനെ സ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന നിലക്ക് നമ്മൾ കൊമേഴ്സിലെ കുട്ടികൾക്ക് ബാങ്കിങ്, ഇൻഷുറൻസ്, ഫൈനാൻസ് തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്യാവുന്ന സ്കിൽ കോഴ്സുകൾ, കമ്പ്യൂട്ടർ രംഗത്ത് പുതിയ നൂതനമായിട്ട് നിങ്ങൾക്കെല്ലാം അറിയാം, എല്ലാ മേഖലയിലും AI ആണ്. AI പഠനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അപ്പോൾ AI കോഴ്സുകൾ, അങ്ങനെ പിന്നെ അതുപോലെ ലോജിസ്റ്റിക്, ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള ആഡ് ഓൺ കോഴ്സുകൾ കൂടി അഡീഷണലായി ചേർത്തുകൊണ്ടാണ് പുതിയ കോഴ്സ് സംവിധാനങ്ങൾ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ മേഖലയുടെ കുട്ടികൾക്ക് നല്ല ജോലിയിൽ കയറാവുന്ന രൂപത്തിലുള്ള കോഴ്സുകളാണ്. നേരത്തെ തന്നെ BSc ഫുഡ് ടെക്നോളജി, MSc ഫുഡ് ടെക്നോളജി കഴിഞ്ഞ കുട്ടികൾക്ക് നല്ല ജോലിയാണ് ഇപ്പോൾ പ്രവർത്തിച്ചിരിക്കുന്നത്. ഗൾഫിലൊക്കെ പോയിട്ട് അവർക്ക് 3 ലക്ഷം 4 ലക്ഷമൊക്കെ സ്റ്റാർട്ടിങ്ങിന് ശമ്പളം വാങ്ങിക്കുന്ന കുട്ടികൾ നമ്മൾ കോളേജിൽ നിന്ന് പോയവരുണ്ട്. ഇവിടെയും ഗവൺമെൻറ് തലത്തിൽ തന്നെ കുറേ കുട്ടികൾക്ക് ജോലി കിട്ടാൻ അത് സൗകര്യമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ MSc ഫുഡ് ടെക്നോളജി MSc ബിരുദമുണ്ട്. അതുപോലെ കോമേഴ്സിൽ PG ഉണ്ട്, ഇംഗ്ലീഷിൽ PG ഉണ്ട്. അങ്ങനെ കൂടുതൽ സൗകര്യപ്രദമായിട്ട് ഒന്നും കൂടെ വിശാലമായിക്കൊണ്ടാണ് ഇവിടെ സ്വാഗതത്തിൽ പറഞ്ഞ പോലെ ലൈബ്രറി ഒന്നുകൂടി മെച്ചപ്പെട്ടു. അതുപോലെ തന്നെ ഏറ്റവും നല്ല രൂപത്തിൽ പിന്നെ മറ്റ് കോളേജുകൾ താരതമ്യമെല്ലാം കുറച്ചും കൂടി ഉപരിയായിക്കൊണ്ടുള്ള ലാബ് സൗകര്യങ്ങളാണ് നമ്മൾ ഈ ഫുഡ് ടെക്നോളജിക്കൊക്കെ. ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ 2010 ആരംഭിച്ച ഈ വിദ്യാഭ്യാസ സ്ഥാപനം തികച്ചും പുതിയ വിദ്യാഭ്യാസ നയത്തിനനുസരിച്ച്, കേന്ദ്ര സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ നയത്തിനനുസരിച്ച് എല്ലാ ഒരുക്കങ്ങളും ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിൽ ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കുന്ന ഒരു കാര്യം,
6 വർഷമായി നിരന്തരം ഞങ്ങളുടെ റിസൾട്ട് നല്ല റിസൾട്ടാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഏത് കോളേജിനോടും കിടപിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള റിസൾട്ടാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. റാങ്കിനോട് അനുബന്ധമായ ഉള്ള മാർക്ക് പോലും നേടിയ കുട്ടികൾ ഇവിടെ ഞങ്ങൾക്ക് പല കോഴ്സുകളിലും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് സാറിവിടെ സൂചിപ്പിച്ചതുപോലെ നൂതനമായ കോഴ്സുകളാണ്, ന്യൂ ജനറേഷൻ കോഴ്സുകളും അതുപോലെ ആർട്സ് വിഷയങ്ങളും സമന്വയിപ്പിച്ചിട്ടാണ് ഞങ്ങളുടെ കോഴ്സുകൾ. അതിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടത് ഫുഡ് ടെക്നോളജി ഉണ്ട്. ഈ വിഷയങ്ങളെല്ലാം തന്നെ ഫുഡ് ടെക്നോളജിയും BCA, IT അങ്ങനെ എല്ലാ മേഖലകളിലും പ്രാധാന്യം, സാമൂഹ്യ വിഷയത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് എല്ലാ വിഭാഗങ്ങളെയും അല്ലെ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്കും ആവശ്യമായ കോഴ്സുകളാണ് ഓഫർ ചെയ്യുന്നത്. അത് മാത്രമല്ല, ഞങ്ങളെ ഇപ്പം നിങ്ങളൊരു 5-8 വർഷത്തെ ഞങ്ങളെ ഹിസ്റ്ററി എടുത്തു നോക്കിയാൽ യൂറോപ്പിലും ഗൾഫ് രാഷ്ട്രങ്ങളിലും ഈവൻ ഓസ്ട്രേലിയയിലടക്കം ഞങ്ങളുടെ കുട്ടികൾ ഉയർന്ന ശമ്പളത്തിന് ജോലി ചെയ്യുന്നുണ്ട്. അത് പേരാമ്പ്രയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഈ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനം